നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കി നിൽക്കവേ ശക്തമായ രൂപത്തിൽ സൈനിങ്ങുകളും മൂവ്മെൻറ്റുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായും പുറത്തേക്ക് വന്നിരിക്കുന്ന ട്രാൻസ്ഫർ ന്യൂസുകൾ നമ്മൾ നോക്കിയാണ്. റാഫ് ടോക്സിൻ്റെ ട്രാൻസ്ഫർ റൗണ്ട് അപ്പ് കഴിഞ്ഞ 6-7 വർഷമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ റൗണ്ട് അപ്പുമായി മുന്നോട്ട് പോവുകയാണ്. നിരവധി എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതാ ഇന്നത്തെ സുപ്രധാനമായ വിവരങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു. ആദ്യം ബ്രസീലിയൻ താരം റോജർ ഇബാനസിൻ്റെ കാര്യത്തിലൂടെ തുടങ്ങാം. റോജർ ഇബാനസ് നമുക്കറിയാം, ആളിപ്പോൾ അൽ അഹ്ലിയിലാണുള്ളത്. കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിലേക്ക് കോച്ചായി എത്തിയതോടുകൂടി ഇബാനസിന് വീണ്ടും ബ്രസീൽ ടീമിലേക്കുള്ള വഴി തുറക്കുകയും ചെയ്തിരുന്നു. വേൾഡ് കപ്പിനൊക്കെ ആളുണ്ടായിരുന്നു. ഇനിയും അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് പോയേക്കും എന്ന തരത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നു, റോജർ ഇബാനസ് അൽ അഹ്ലിയിൽ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. 2030 വരെയാണ് അദ്ദേഹം അവിടെ പുതിയ കോൺട്രാക്റ്റ്. എന്ന് പറഞ്ഞാൽ ഹി ഓൺലി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ദി ക്ലബ്ബ്. അൽ അഹ്ലി വിട്ട് വേറെ എവിടേക്കും പോകാനില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് റോജർ ഇബാനസ് എത്തിയത്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ തുടരും. പിന്നെ ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ വാർത്ത, ഹുലിയൻ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ റീജോയിൻ ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് അവിടെ എത്തി ട്രെയിനിങ് ക്യാമ്പിൽ റീജോയിൻ ചെയ്യും. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഡിയേഗോ സിമിയോണിയോടും ക്ലബിൻ്റെ തലപ്പത്തിരിക്കുന്നവരോടും സംസാരിക്കും. തനിക്ക് ക്ലബ്ബ് വിട്ടു പോകാനുള്ള താല്പര്യം ഒരിക്കൽ കൂടി അദ്ദേഹം അവിടെ അറിയിക്കും. തനിക്ക് പോകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും എന്ന് ഇപ്പോൾ ഗാസ്റ്റൻ എഡൂല് റിപ്പോർട്ട് ചെയ്യുന്നു. അർജന്റീൻ മാധ്യമപ്രവർത്തകൻ ഗാസ്റ്റൻ എഡൂല് പറയുന്നത്, എന്തായാലും എന്തു വന്നാലും ക്ലബ്ബ് വിടണം എന്ന തീരുമാനത്തിലാണ് ഹൂലിയൻ ഉള്ളത് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസ് വന്നിരിക്കുന്നത് ഇസിയാക്ക കമാറ്റോയുടെ കാര്യമാണ്. അദ്ദേഹം എസ്പാനിയോളിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ഇന്റർ മിലാനിൽ നിന്ന് ഇന്ററിൻ്റെ താരം എസ്പാനിയോളിലേക്ക് 3 മില്യൺ യൂറോക്ക് ഡീല് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 50% സെലോൺ ക്ലോസ് ഇന്റർ തന്നെ കൈവശം വെക്കുന്ന രൂപത്തിലേക്കായിരിക്കും ഈ ഒരു ഡീല് നടക്കുക എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതേസമയം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരം വന്നിരിക്കുന്നത് ഒസ്മാൻ ഡയമണ്ടയുടെ കാര്യമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുകയാണ്. അധികം വൈകാതെ അതിൻ്റെ മെഡിക്കലും മറ്റു കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയും ചെയ്യും. അതുപോലെ പാരീസ് സെന്റ് ജെർമൻ ഇതാ സിയോൺ സുസൂക്കിയെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഡീലിൻ്റെ തൊട്ടരികിലെത്തി നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരിതിൻ്റെ പുറകിലാണ്. അവരുടെ ഒരു സെക്കൻഡ് ഗോൾ കീപ്പർ എന്ന രൂപത്തിലൊക്കെ ജാപ്പാനീസ് താരത്തെ എത്തിക്കാൻ വേണ്ടി പാർമയുമായിട്ട് അവർ ഡീല് നടത്താൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. 35 മില്യൺ യൂറോയുടെ പാക്കേജാണ്. ഏതായാലും ബാക്കി കാര്യങ്ങൾ ഇനിയും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. എന്തായാലും താരത്തിനു വേണ്ടി 35 മില്യൺ യൂറോ ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന പാരീസ് സെന്റ് ജെർമനെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം പാരീസ് സെന്റ് ജെർമൻ മറ്റൊരു സുപ്രധാന നീക്കം നടത്തി. അവർ ഇതാ ഈ വേൾഡ് കപ്പിൽ ഫ്രാൻസിന് വേണ്ടി കളിച്ച താരത്തെ ലൂക്കാസ് ഡിഗ്നയെ ടീമിലേക്ക് എത്തിയിരിക്കുന്നു. സോ അദ്ദേഹം ആസ്റ്റൺ വില്ലയിൽ നിന്നാണ് ടീമിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത്. 7 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ലൂക്കാസ് ഡിഗ്നയ്ക്ക് ഈ ഒരു മൂവ് നടക്കണം എന്ന് വളരെ ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. PSG പ്രോജക്റ്റിൽ അദ്ദേഹം വളരെയധികം കീനാണ്. 2029 വരെയാണ് ഈ ഒരു ഡീല്, ഈ ഒരു സൈനിങ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാഹുൽ മൊളീനയുടെ കാര്യമാണ്. അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടിട്ട് AS റോമയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നു. 4 വർഷക്കാലത്തേക്കുള്ള ഒരു സൈനിങ് ആയിരിക്കും അദ്ദേഹം നടത്താൻ പോകുന്നത്. മൊളിന വിൽ ബി ഇൻ റോമ ആഫ്റ്റർ അത്ലറ്റിക് ഗ്രീൻ ലൈറ്റ് ടു ട്രാവൽ എന്ന കാര്യം കൂടി ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. മറ്റൊരു ട്രാൻസ്ഫർ വാർത്ത സുബിമെൻഡിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനു വേണ്ടി റയൽ മാഡ്രിഡിന് താല്പര്യമുണ്ട് എന്നുള്ളതും ചെൽസിയും താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ എക്സ്ക്ലൂസീവായിട്ട് നേരത്തെ ഫബ്രിസിയോ പറഞ്ഞിരുന്നൊരു കാര്യം പിന്നീട് ഒഫീഷ്യലാകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ട്രവർ ചലോബയെ ഇതാ കോമോ സൈൻ ചെയ്തിരിക്കുന്നു. ചെൽസിയിൽ നിന്ന് അദ്ദേഹത്തെ 30 മില്യൺ ഫിക്സഡ് ഫീ പ്ലസ് 6 മില്യൺ യൂറോയുടെ ആഡ് ഓൺ കൂടി, അപ്പോൾ 36 മില്യൺ ടോട്ടൽ പാക്കേജിനാണ് അദ്ദേഹത്തെ ഇപ്പോൾ കോമോ സ്വന്തമാക്കിയിരിക്കുന്നത്.
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിക്ക ഗോഡ്സിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് PSG ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഐ ആം ഹാപ്പി ടു ബി പ്ലേയിങ് ഫോർ അയാക്സ്. യെസ്, ടോക്ക് വിത്ത് PSG ആർ ഓൺ ഗോയിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇവിടെയാണുള്ളത്, അതായത് അയാക്സിലാണുള്ളത്, ഞാനിവിടെ ആസ്വദിച്ചു പോകുന്നു. പക്ഷേ PSG ചേക്കേറാനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പിന്നെ ഇന്നലെ രാത്രി മറ്റൊരു ട്രാൻസ്ഫർ, ആരാധകർ കാത്തിരുന്ന ട്രാൻസ്ഫർ ഒഫീഷ്യലായിട്ടുണ്ട്. അത് അൽ നസർ മയോർക്കയിൽ നിന്ന് പോർച്ചുഗീസ് സൂപ്പർ താരം സാമു കോസ്റ്റയെ സ്വന്തമാക്കിയ കാര്യമാണ്. താരം ഇപ്പോൾ ഒഫീഷ്യലി അൽ നസറിൻ്റെ താരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മാർക്കസ് റാഷ്ഫോർഡിൻ്റെ കാര്യം ആരാധകർ ഉറ്റുനോക്കുന്നൊരു വിവരമാണ്. അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാർക്കസ് റാഷ്ഫോർഡ് FC ബാഴ്സലോണയിൽ ലോണിലായിരുന്നു പോയ സീസണിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് തിരികെ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തി. ഇനി അദ്ദേഹം വീണ്ടും ലോണിൽ പോകുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്പർ 14 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അലോട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇനി ക്ലബ്ബ് വിടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓൺലി ബിഗ് ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്ന്, ടോപ്പ് യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്ന് നല്ല ബിഡ് വന്നെങ്കിൽ മാത്രമേ ഇനി അദ്ദേഹത്തെ കൈവിടുകയുള്ളൂ എന്നുള്ളതാണ് വിവരം. എന്തായാലും ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് റോഡ്രിയുടെ കാര്യമാണ്. റോഡ്രി ടു FC ബാഴ്സലോണ എപ്പോൾ നടക്കും? അതിനിയും വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. താരത്തിനായിട്ടുള്ള നീക്കങ്ങൾ ശക്തമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരു ഫൈനലൈസേഷൻ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ഉണ്ടാകുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട്. ഒപ്പം ഫെറാൻ ടോറസിൻ്റെ കാര്യം. ഫെറാൻ ടോറസ് ഓൾറെഡി FC ബാഴ്സലോണയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് തനിക്ക് ബാഴ്സലോണ വിട്ടു പോകണമെന്ന്. പക്ഷേ ഇതുവരെ PSG ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ട് നീക്കങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ ഫെറാൻ ആഗ്രഹിക്കുന്നത് ഓഗസ്റ്റ് 12 മുമ്പ് ഈ ഡീൽ ക്ലോസ് ചെയ്യണമെന്നാണ്. ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.